Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമില് എന്താണ് ഒരു മെത്തേഡ് ആണ്, പുതിയൊരു മെത്തേഡ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ. മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് എന്താണ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ടുണ്ട്. മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നത് എന്താണ്, ഒരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ഫ്രാക്ഷന്റെ റാഷണൽ ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അവിടെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഒന്നെന്താണ് അൺറിപ്പീറ്റഡ് ഫാക്ടർ, അതുപോലെ റിപ്പീറ്റഡ് ഫാക്ടർ, പിന്നെ എന്താണ് കോംപ്ലക്സ് ഫാക്ടർ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ 1 by 1 ആയിട്ട് എന്ത് ചെയ്യും, അതിൽ ഓരോ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ആൾക്കാരുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, നമുക്ക് ആവശ്യം എന്താണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ടൂൾ ആണ് എന്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ആ ലാപ്ലാസ് ട്രാൻസ്ഫോം സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസിന്റെ എന്താ അറിയണം, ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയണം. അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 1 by 1 ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ റിവേഴ്സ് പ്രോസസ്സിലാണ്, നമ്മൾ ഡയറക്റ്റ് ഫോർവേഡ് പ്രോസസ്സിലൂടെയാണ് ചെയ്ത് ആദ്യം പഠിച്ചത്. പക്ഷെ ആ മെത്തേഡിൽ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാണ്, കുറച്ചുകൂടി ഇന്റഗ്രേഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ആ പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. ഇനി ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് പ്രോസസ്സിൽ ഒരാളെ തന്നു കഴിഞ്ഞാൽ ഇത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കുന്നത്, ആരുടെ അതാണെന്നുള്ളത് റിവേഴ്സിൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. അവിടെ പാർഷ്യൽ ഫ്രാക്ഷന്റെ ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പറ്റും. അതില് ഫസ്റ്റ് വൺ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് കേസ് 1. ഫസ്റ്റ് വൺ കേസ് 1 അൺറിപ്പീറ്റഡ് ഫാക്ടർ. Unrepeated factor എന്ന് പറയും. Unrepeated factor of s minus e. s minus e. Unrepeated factor of s minus a ടൈപ്പ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇത്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ, ഒരു റാഷണൽ ഫംഗ്ഷന്റെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യാണ്, s minus a ഫോമാറ്റിൽ ആൾക്കാർ വരും. s minus a റിപ്പീറ്റ് ചെയ്യാതെ s minus a വന്നാൽ പിന്നെ s minus a ഉണ്ടാവില്ല. പിന്നെ എന്താണ് s minus b, s minus c, അങ്ങനെ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. a b c എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആണ്, കോൺസ്റ്റന്റ്സ് ആണ്. ഓക്കെ, ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഫ്രാക്ഷൻ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഡിനോമിനേറ്ററില് ഇവിടെ എന്താണ്, 3 ഫംഗ്ഷൻസ്. ഇവിടെ എന്തുണ്ട്, s minus a ഉണ്ട്, s minus b ഉണ്ട്, s minus c ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിൽ മാക്സിമം എന്താ വരിക, s ക്യൂബ് ആണ് വരിക. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്താൽ s ക്യൂബ് ആണ് വരിക. s ക്യൂബ് വരികയാണെങ്കിൽ ഇവിടെ എത്ര വരെ വരാം, ഇവിടെ എത്ര വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ സെക്കൻഡ് ഡിഗ്രി വരെയുള്ള എസിന്റെ ഫംഗ്ഷൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ ഈ പറയാൻ പോകുന്ന ടെക്നിക്കലി ചെയ്യാൻ പറ്റും. ഇനി ഇത് 2 ഉള്ളൂ എന്ന് വെച്ചോ, 2 ഉള്ളൂ എങ്കിൽ എന്ത് വരാം, ഇവിടെ എന്തേ വരാൻ പാടുള്ളൂ, ഇവിടെ 2 ആകുമ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, s² ടേം ആണ് കിട്ടുക. അതുകൊണ്ട് ഇവിടെ എത്രയേ വരാൻ പാടുള്ളൂ, ഇവിടെ ലീനിയർ ഫംഗ്ഷൻസ് മാത്രമേ വരാൻ പാടുള്ളൂ, bs പ്ലസ് c അത് വരെയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഇവിടെ ലീനിയർ ഫോമിൽ s ഇൻ ലീനിയർ ഫോമിലുള്ള s വരെ ഇവിടെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വരാൻ പാടുള്ളൂ. s² വരാൻ പാടില്ല. s² വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, മുകളിലും താഴെ എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫോമിലാണ് ഉള്ളത്. കാരണം ഇവിടെ ലീനിയർ വന്നു കഴിഞ്ഞാൽ താഴെ എന്താണ്, സെക്കൻഡ് ഡിഗ്രി ആണ്. അപ്പൊ ഒരു ലീനിയർ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെക്കൻഡ് ഡിഗ്രി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലീനിയർ വരെ വരാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ എന്താ ഉള്ളത്, ഒരു സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷൻ ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്താണ്, സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ അത് ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്ററിൽ ഏത് ഡിഗ്രി വരെയാണ്, എത്ര ഡിഗ്രി ആണോ ഉള്ളത് അതിൽ 1 കുറവ് വരെ എവിടെ വരാൻ പാടുള്ളൂ, അതിന്റെ ന്യൂമറേറ്റർ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ റിപ്പീറ്റഡ് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും, a by s minus a, ഒരു കോൺസ്റ്റന്റ് ബൈ എന്താണ് ഫസ്റ്റ് വൺ എഴുതുക. ന്യൂമറേറ്റർ നിങ്ങൾ നോക്കുകയോ വേണ്ട. രണ്ടാമത്തത് എന്ത് ചെയ്യുക, b by s minus b. ബിയും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, എയും ബിയും എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, കാരണം നിങ്ങൾ എന്താണ് ഇത് +2 പഠിച്ചതാണ്. അപ്പൊ a by s minus a plus b by s minus b എന്നുള്ളതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലത്തില് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. നമ്മളിവിടെ ഒരു പ്രോബ്ലം എഴുതിയിട്ട് അതൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാണ്. അതായത് ഈ ഒരു മെത്തേഡിനെ നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെ എന്ത് ചെയ്യാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, find the inverse Laplace transform
inverse Laplace transform of okay, find the inverse Laplace transform of s plus 1 by s into s square plus s minus 6. ഓക്കെ, ഇതാണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വി വാണ്ട് ടു ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് എന്താണ് s plus 1 by we want to evaluate L inverse of s plus 1 by s into s square plus s minus 6. ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുന്നു. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ കാണുന്നില്ല. നമ്മൾ പറഞ്ഞത് എന്താണ്? ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യണം? s മൈനസ് എ ഫോമാറ്റിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? വരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് അതൊന്നും അവിടെ കാണുന്നില്ല. അപ്പൊ നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം. പ്രോബ്ലം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഈ ഒരു പ്രോബ്ലത്തില് എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫാക്ടർ നിങ്ങൾ നോക്കുക. ഇത് നമുക്ക് പരിചയമുള്ള ഒരാളാണ്. ആരാണ്? എസ് സ്ക്വയർ പ്ലസ് എന്ത് ചെയ്താൻ പറ്റും? വി ക്യാൻ ഫാക്ടറൈസ് എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 6. we have s square plus s minus 6 is equal to s minus 2 into s plus 3 എന്ന് എഴുതാൻ പറ്റും. s minus 2 into s plus 3 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? s into s, s square, s into 3, 3x. ഓക്കെ, ഇവിടെ എങ്ങനെയാണ്? s square, പിന്നെ ഇവിടെ എന്ത് വരും? പ്ലസ് 3s മൈനസ് 2s, 3 into 2 6 minus 6. ഓക്കെ, ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? s. ഇതാണ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മോഡലിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? therefore we can write L inverse of s plus 1 by s into s square plus s minus 6 is equal to L inverse of s plus 1 by s into s minus 2 into s plus 3. Okay, ഈ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കുക, ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? അൺറിപ്പീറ്റഡ് ഫാക്ടർ ഉള്ളത്. എസ് മൈനസ് എ ഫോമാറ്റ്, എസ് മൈനസ് എ എന്തായാൽ മതി? ഇവിടെ മൈനസ് 3 ആയാൽ മതി. ഓക്കെ, ഇവിടെ എന്ത്? എസ്. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്തുകൊണ്ട് എസ്? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എസ് മൈനസ് 0. എന്താണ്? എസ് മൈനസ് എ ഫോമാറ്റിൽ വരണം എന്നാ പറഞ്ഞ ഈ റിയൽ നമ്പർ ആയാൽ മതി എന്നുണ്ട്. 0 റിയൽ നമ്പർ ആണ്. അപ്പൊ എസ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ഏത് ഫോമിലാണ് ഉള്ളത്? അൺറിപ്പീറ്റഡ് ഫാക്ടറിലാണ്. എസ് മൈനസ് എ ഫോമാറ്റ് തന്നെയാണ്. എസ് മൈനസ് 0 ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അൺറിപ്പീറ്റഡ് ഫാക്ടർ ഫോമിലാണ് ഇതുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് മാത്രം ഇവിടെ എടുക്കുക. കാരണം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ റാഷണൽ ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്? ഫാക്ടറൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? എസ് പ്ലസ് 1 consider s plus 1 by s into s minus 2, s into s minus 2 into s plus 3, which is equal to എന്താ വരിക? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതെന്താണ്? മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. ഏതാ ഉള്ളത്? അൺറിപ്പീറ്റഡ് ഫാക്ടർ. ഇവിടെ എന്ത് ചെയ്യില്ല? റിപ്പീറ്റേഷൻ വന്നില്ല. എല്ലാം എന്താണ്? ഡിഫറെന്റ്. എസ് എന്ന് എസ് മൈനസ് 0, ഇവിടെ ആരാണ്? എസ് മൈനസ് 2, ഇവിടെ ആരാണ്? എസ് പ്ലസ് 3 ആണ്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയാണ്. നമ്മൾ ഇനി മെത്തേഡ് പറയുന്നത്. ഇതൊരു ഇല്ലുസ്ട്രേഷൻ ആണ്. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, പ്രോബ്ലം, ഇല്ലുസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡിഫറെന്റ് ആണ്. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമ്മൾ ആ മെത്തേഡിനെ ഒരു പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതാണ് എന്ത്? ഇല്ലുസ്ട്രേഷൻ. അത് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മെത്തേഡ് മുഴുവനായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് പ്രോബ്ലം ആണ്, പക്ഷെ അതിന് ഇല്ലുസ്ട്രേഷൻ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് വരിക? ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലുസ്ട്രേഷൻ, എക്സാമ്പിൾ, പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടാവും. അപ്പൊ ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു മെത്തേഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, അതും ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പൊ എന്താണ് ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഈ അൺറിപ്പീറ്റഡ് ഫ്രാക്ഷനില് അല്ലെ അൺറിപ്പീറ്റഡ് ഫാക്ടറിൽ എങ്ങനെയാണ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് വന്നു. ഇത് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത്?
എ ബൈ ന്യൂമറേറ്റർ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, എ ബൈ എന്ത് എഴുതുക, ഫസ്റ്റ് വൺ എഴുതുക, എസ് മൈനസ് 0 ആണ്, എസ് മൈനസ് പ്ലസ് അടുത്ത് എന്ത് എഴുതുക, ബി ബൈ എന്ത് എഴുതുക, എസ് മൈനസ് 2 അടുത്തത് എന്ത് വരും, പ്ലസ് സി ബൈ അടുത്തത് എത്രയുണ്ടോ അത്രയും നമ്മൾ ഇങ്ങനെ എഴുതി പോകും. ഓക്കെ, പതായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഓക്കെ ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് വിച്ച് ഇസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കുക ഡിനോമിനേറ്റർ എന്താണെന്ന് നോക്കുക. ഡിനോമിനേറ്റർ ഇതാണ്. ഓക്കെ, അതേ ഡിനോമിനേറ്ററിനെ ഇവിടെ വരെ, കാരണം ഡിനോമിനേറ്റർ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യലാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിന് പകരം ഞാൻ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡ് പറയാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ ഇത് തന്നെ കോപ്പി ചെയ്തിട്ട് എഴുതുക. കാരണം ഇതേ ഡിനോമിനേറ്ററിന് ഇവിടെ വരാം. ഓക്കെ, ഇതേ ഡിനോമിനേറ്റർ തന്നെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരിക. അത് നമ്മൾ ഷോർട്ട് ആയിട്ട് ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് 2 സ്റ്റെപ്പ് അധികം ഉണ്ടാവും. അത് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും, എസ് ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3. ഇത് കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എഴുതിയൊരു സാധനം കിട്ടും. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ വേണ്ടി നമ്മൾ പഠിക്കാണ്. ഓക്കെ, ഇത് വന്നു. ഇനി നിങ്ങൾ നോക്കുക, ഫസ്റ്റ് വൺ എന്താണുള്ളത്, എ ബൈ എസ് ആണ്. എയുടെ ഡിനോമിനേറ്ററിൽ ആരാ ഉള്ളത്, എസ് ആണ്. പക്ഷെ അതിന് പകരം നമ്മൾ ആരെയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടാളെ അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ് ഈ ഒരു സാധനം വന്നത്. അപ്പൊ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത ആൾക്കാരെ എന്ത് ചെയ്യുക, ഇവിടെ അതിന്റെ കൂടെ ഇടുക. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, എ ഇൻറ്റു ആരാണ് ഇല്ലാതിരുന്നത്, ഇത് രണ്ടുമാണ് ഇല്ലാതിരുന്നത്, അവരെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കോമൺ ഡിനോമിനേറ്റർ ആയിരിക്കുന്നത്. അപ്പൊ എന്ത് വരും, എ ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3. ഓക്കെ, പിന്നെ എന്ത് വരും, പ്ലസ് അതേപോലെ തന്നെ ബി ഇൻറ്റു ബിയിൽ ആരാ ഉള്ളത്, ഇത് മാത്രമേ ഉള്ളൂ. അഡീഷണലി ഡിനോമിനേറ്റർ ആരാ വന്നത്, ഇത് രണ്ടുമാണ് വന്നത്. അപ്പൊ എന്ത് വരും, എസ് ഇൻറ്റു എസ് പ്ലസ് 3 വരും. ഓക്കെ, പിന്നെ എന്ത് വരും, പ്ലസ് സി ഇൻറ്റു സിയുടെ ഡിനോമിനേറ്ററിൽ ഇതാണുള്ളത്, ഇത് രണ്ടുമാണ് ഇല്ലാത്തത് അവരെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താ, എസ് ഇൻറ്റു എസ് മൈനസ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു ഇതാണ്. ഇവിടെയാണ്, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉള്ളത്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആരാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്, എസ് പ്ലസ് 1 ബൈ എന്താണ്, എസ് ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഡിനോമിനേറ്റർ സെയിം ആണ്, രണ്ട് ഫ്രാക്ഷൻസും സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വരും, അതിന്റെ ന്യൂമറേറ്റർ ഈക്വൽ ആയേ പറ്റൂ. അതാണ് റൂള്, നമ്മൾ 9th-ലും 10th-ലൊക്കെ പഠിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്റർ ഈക്വൽ ആണ്. ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് ചെയ്താൽ പറ്റൂ, എസ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു എന്താണ്, എ ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3. നമ്മളുടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്, എയും ബിയും സിയും കാണലാണ്. എന്നിട്ട് ഈ ഒരു ഫ്രാക്ഷനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ ഫോമിൽ എഴുതും. എന്നിട്ട് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണുന്നതിന് പകരം ഇത് കാണുക, പ്ലസ് ഇത് കാണുക, പ്ലസ് ഇത് കാണും. കാരണം ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണുന്ന ഇതിന്റെ മൊത്തമായിട്ട് കാണും. അവിടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ എന്തുണ്ട്, ലീനിയാരിറ്റി ഉള്ളതുകൊണ്ട് ഇത് മാത്രം കാണും. അതുപോലെ എന്ത് ചെയ്യുക, ഇത് മാത്രം കാണുക. പിന്നെ എന്ത് ചെയ്യുക, അതുപോലെ എന്ത് ചെയ്യുക, ഇത് മാത്രം കാണും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും, പ്ലസ് പിന്നെന്താണ്, ബി ഇൻറ്റു എന്താ വരിക, എസ് ഇൻറ്റു എസ് പ്ലസ് 3 പ്ലസ് എന്താണ്, സി ഇൻറ്റു എസ് ഇൻറ്റു എസ് മൈനസ് 2. ഓക്കെ, ഇതാണ് എന്ത്, നമ്മളെ ന്യൂമറേറ്റർ ഈക്വൽ ആയതുകൊണ്ട് എഴുതാൻ പറ്റും. കാരണം ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ എന്ത് വരും, ന്യൂമറേറ്റർ രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് വരും, ഇവിടെ ഇനി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താണ്, എ ബി സി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എ ബി സി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ എ ബി സി ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് വരും, എ ബി സി വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ബാക്കിയുള്ള 2 വേരിയബിൾ ക്യാൻസൽ ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഒരാളെ മാത്രം എന്ത് ചെയ്യുക, ഇക്വേഷനിൽ വെക്കുക. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാം. എ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ക്യാൻസൽ ആവുന്ന, ബാക്കി രണ്ടും ക്യാൻസൽ ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാല്യൂ എസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ, എസിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 വരും. ഇത് മൊത്തമായിട്ട് 0, ഇവിടെ എന്ത് വരും, 0 വരും. അപ്പൊ നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പുട്ട് എസ് ഇസ് ഈക്വൽ ടു 0. എസ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്താ വരിക, ഇക്വേഷൻ എന്താ വരിക, എസ് 0 ആണെങ്കിൽ ഇവിടെ എന്താ വരിക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എസ് വരും. ഇവിടെ എന്ത് വരും, എസ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് വരും, എ ഇൻറ്റു എന്താ വരിക, 0 മൈനസ് 2 മൈനസ് 2 പിന്നെ എന്താ വരിക, ഇവിടെ 3 വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും, is equal to എന്താണ്, -6 a എന്നാ വരിക. 1 is equal to -6 a, therefore a equal to എന്താണ്, -1/6. ഓക്കെ, അപ്പൊ നമ്മൾ അത് നോട്ട് ചെയ്തു. എന്താണ്, എയുടെ വാല്യൂ നമുക്ക് കിട്ടി. എയുടെ വാല്യൂ എന്താണ്, a equal to, ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുന്നു, a equal to എന്താണ്, -1/6. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, നമ്മൾ ബി കാണാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക, ബി കാണാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക, ബാക്കി രണ്ടും 0 ആവുന്നത്, ബാക്കി 2 ടേംസും 0 ആവുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക, എസിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. S is equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് 0, ഇതും 0. എന്താണ്, പുട്ട് S is equal to എന്താണ് 0.
എസ് ഇസ് ഈക്വൽ ടു 0, സോറി 0 അല്ല, എസ് ഇസ് ഈക്വൽ ടു 2. എസ് ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എന്താ വരിക, എസ് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ വരിക 3 implies 3 which is equal to ഇത് 0 ആയിരിക്കും, ഇതും 0 ആയിരിക്കും. 2 കൊടുക്കുമ്പോൾ ഈ ടേം കംപ്ലീറ്റ് 0, ഇവിടെ 2 കൊടുക്കുമ്പോൾ എന്താ വരിക 0, ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക b into 2 into എന്ത് വരും 2 plus 3. ഓക്കെ, which is equal to എന്താണ് 2 into 2 plus 3 എന്ന് പറഞ്ഞാൽ 5, അപ്പൊ എന്ത് വരും 10 വരും. 10b equal to എന്താണ് 3, therefore b equal to എന്താണ് 3/10. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടും b equal to എന്താണ് 3/10 കിട്ടും. b equal to എന്ത് വരും 3/10. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സി കൂടി ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ സി നമുക്ക് കൂടി ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ സി കാണാൻ എന്ത് വേണം, നമ്മൾ ഇവിടെ നോക്കുക, ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ. ഇതിന്റെ അന്നാണ് നമ്മൾ ആരെ കണ്ടുപിടിക്കേണ്ടത്, സി കാണേണ്ടത്. ഓക്കെ, സി കാണണമെങ്കിൽ എന്ത് വേണം, ഈ രണ്ട് ടേംസും 0 ആകുന്ന ഒരു നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവിടെ 0 ആകുന്ന നമ്പർ എന്താ, എസിന് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് 0, എസിന് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് എന്താവും 0. ഓക്കെ, അപ്പൊ എന്താണ് പുട്ട് എസ് ഇസ് ഈക്വൽ ടു എന്താണ് -3, which is implies എന്താ വരിക -3 plus 1, -3 plus 1 is equal to ഇവിടെ -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് 0, ഇവിടെ -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് 0. അപ്പൊ എന്താ വരിക, സി മാത്രമേ ഉണ്ടാവുക, സി ഇൻറ്റു -3 ഇൻറ്റു എന്താണ് -3 -2 വരും. ഓക്കെ, which is equal to ഇവിടെ എന്ത് വരും -2 is equal to ഇവിടെ എന്താ വരിക സി ഇൻറ്റു -3 ഇൻറ്റു -3 into -5. Okay, which is equal to എന്ത് വരും c into 50. Okay, therefore c equal to എന്താണ് -2/15. അപ്പൊ c യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, c equal to -2/15 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, എയുടെ വാല്യൂ കണ്ടുപിടിച്ചു, ബിയുടെ വാല്യൂ കിട്ടി, സിയുടെ വാല്യൂ കിട്ടി. അപ്പൊ എന്ത് ചെയ്യാണ്, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ ഇവിടെ കിട്ടിയ വാല്യൂ ബിയുടെയും സിയുടെയും വാല്യൂ കൊടുത്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ ഈ ഒരു എക്സ്പ്രഷൻ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്തത്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം സിമ്പിൾ ഫോമിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, therefore s+1/s into s-2 into s+3 is equal to നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇതിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. എന്താണ് s/-1/6, ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റും 3/10, ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റും -2/15 എന്നിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യാം, -2/15. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, therefore നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണോ എന്നാണ്, ഇതിന് ഈക്വൽ ആണ് ആര് ഇത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ സിംപ്ലിഫൈ ചെയ്താൽ ഇത് തന്നെ കിട്ടും. ഓക്കെ, ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ത് വരും, therefore L ഇൻവേഴ്സ് ഓഫ് എന്താണ് s+1/ എന്താണ് s into s-2 into s+3 is equal to എന്താണ് L ഇൻവേഴ്സ് ഓഫ് ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ ആരാണ് -1/6/s പ്ലസ് എന്ത് വരും 3/10/s-2 പ്ലസ് -2/15/s+3 ഇവരുടേത് കണ്ടാൽ മതി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ എന്താണ് സമ്മ് ചെയ്തിട്ട് അവിടെ. അപ്പൊ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിന് ലീനിയാരിറ്റി ഉണ്ട്, ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ സമ്മ് ചെയ്ത ആൾക്കാരത് കാണാൻ എന്ത് ചെയ്താൽ മതി, ഇൻഡിവിജ്വലി കണ്ടാൽ മതി. അപ്പൊ ഇവിടെ എന്ത് വരും L ഇൻവേഴ്സ് ഓഫ് -1/6/s വരും, പ്ലസ് എന്താണ് L ഇൻവേഴ്സ് ഓഫ് എന്ത് വരും 3/10/s-2 വരും, പ്ലസ് എന്താണ് L ഇൻവേഴ്സ് ഓഫ് എന്ത് വരും -2/15/s+3 വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, ഇവിടെ എന്താണ് ഇതൊരു കോൺസ്റ്റന്റ് ആണ്. നമുക്കറിയാം ലാപ്ലാസിലായാലും ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിലായാലും ഒരു കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ത് വരും -1/6 into L ഇൻവേഴ്സ് ഓഫ് 1/s വരും, പ്ലസ് ഇവിടെ എന്ത് വരും 3/10 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാല് L ഇൻവേഴ്സ് ഓഫ് എന്ത് വരും 1/s-2 വരും. അടുത്ത എന്ത് വരും പ്ലസ് ഇവിടെ എന്താണ് മൈനസ്, അപ്പൊ മൈനസ് വരും, -2/15 ആണ് ഔട്ട്സൈഡ് വരുന്നത്,
2 by 15 outside. L inverse of എന്ത് വരും 1 by s plus 3 വരും. ഓക്കെ, ഇതാണ് it. ഇനി നിങ്ങൾ നോക്കുക 1 by s നമുക്ക് അറിയുന്ന ആളാണ്. 1 by s ആരുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരുന്നു? 1 ന്റേതാണ്. ഇനി 1 by s minus a ഫോർമുല ഉള്ളത് 1 by s minus a ആരുടേതായിരുന്നു? e raised to 8 ഇതാണ്. ഇത് ഏതാ ഫോർമുല ഉള്ളത്? 1 by s plus a ഫോർമുല ഉള്ളത്. s plus a എന്ന് പറഞ്ഞാൽ e raised to minus 8 ഉള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ എന്ത് കിട്ടും? therefore എന്ത് വരും? L inverse of എന്താണ്? s plus 1 by s into s minus 2 into s minus 3 എന്ന് പറയുന്നവരുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ത് വരും? ഇവിടെ എന്താണ്? മൈനസ് 1 by 6 into എന്താണ് ഇതിന്റെ എന്താ വരിക ആൻസർ? L inverse of 1 by s എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, L inverse of 1 by s എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, L inverse of 1 by s 1 ആണ്. നെക്സ്റ്റ് എന്താ വരിക? പ്ലസ് 3 by 10 into എന്താണ്? L inverse of 1 by s minus a. നമുക്കറിയാം എന്താണ് L inverse of 1 by s minus a അല്ലെങ്കിൽ എന്താണ് L of e raised to 8 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1 by s minus a ആണ്. അപ്പൊ എന്ത് വരും? L of e raised to എന്താണ് 2t എന്ന് പറഞ്ഞാൽ എന്താ വരിക? which is equal to 1 by s minus 2 ആണ്. അപ്പൊ ഇവിടെ എന്താണ് L inverse of this one ചോദിച്ചാൽ ആരാ വരിക? ഇതാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? e raised to 2t വരും. ഓക്കെ, ഇനി അതുപോലെ e raised to L of e raised to minus 18 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്ലസ് a ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 3 ആവുമ്പോ എന്താ വരിക? മൈനസ് 3 ആവുമ്പോ എന്ത് വരും? e raised to minus 3t എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? പ്ലസ് 3 വരും. s plus 3 വരും. ഇതിന് ആൻസർ s plus 3 ആയിരിക്കും. e raised to minus 18 എന്ന് പറഞ്ഞാൽ 1 by s plus a ആണ്. e raised to minus 3t എന്ന് പറഞ്ഞാൽ 1 by s plus 3 എന്ന് വരും. അപ്പൊ എന്താണ് L inverse of 1 by s plus 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? e raised to minus 3t. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? മൈനസ് 2 by 15 into e raised to minus 3t. ഓക്കെ, ഇതെന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? which is equal to minus 1 by 6 plus 3 by 10 into e raised to 2t minus 2 by 15 into e raised to minus 3. ഇതാണ് ആരുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം? ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ s plus 1 by s into s square പ്ലസ് s minus 6 എന്ന് പറയുന്നതിന്റെ ആൻസർ ആരാണ്? ഇതാണ്. അപ്പൊ നമുക്ക് ഇത് കിട്ടി. അപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഇത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരാളുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രേഷൻ ഒന്നും ഇല്ലാതെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ വാല്യൂ ഒരു ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ പ്രോസസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? അതൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് എന്ത് ഫസ്റ്റ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷനിലെ ഫസ്റ്റ് കേസ് അൺറിപ്പീറ്റഡ് ഫാക്ടർ എന്ന് പറയുന്നത് s minus a വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത്. നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഓക്കെ.